ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ റെസിപ്പി നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ചിപ്സിന് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ പൊട്ടാറ്റോസിനെ ഒന്ന് പീൽ ചെയ്തിട്ട് കട്ട് ചെയ്യാണ്. പൊട്ടാറ്റോസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് പോലെ തിൻ സ്ലൈസസ് അല്ല, ഇവിടെ നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള സ്ലൈസസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ ഫ്രൈസിനുള്ള പൊട്ടാറ്റോസ് എപ്പോഴും കുറച്ച് സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടിയതാണ് നല്ലത്. അപ്പോൾ അതുപോലത്തെ പൊട്ടാറ്റോസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി പൊട്ടാറ്റോസൊക്കെ ഇതുപോലെ സ്ലൈസ് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകി എടുക്കുകയാണ്. അതിനുശേഷം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനെഗറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളക്കാൻ വെക്കുക. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ സ്ലൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നമ്മളൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കണം. ഒരു 7 മിനിറ്റ് കൊണ്ടൊക്കെ അത് വെന്ത് കിട്ടും. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് നമ്മളതിനെ എടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഫിഷ് റെഡിയാക്കി എടുക്കാം. ഏത് വൈറ്റ് ഫിഷും നമുക്കിതിൽ യൂസ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു കിച്ചൺ ടവലോ ടിഷ്യൂ എന്തെങ്കിലും വെച്ച് തുടച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് സോൾട്ടും പെപ്പറും ഇട്ട് മാരിനേറ്റ് ചെയ്യാണ്. രണ്ട് സൈഡിലും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഫിഷ് ഒരുപാട് കട്ടിയില്ലാതെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ മാരിനേറ്റ് ചെയ്ത ഫിഷിനെ നമ്മൾ ബാറ്റർ റെഡിയാക്കണ വരെ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ഇതിലോട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മൈദ, ബേക്കിംഗ് പൗഡർ, കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പാപ്രിക്ക, ഗാർലിക് പൗഡർ, ഓനിയൻ പൗഡർ, സോൾട്ട്, ഇത്രയും ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ബാറ്റർ റെഡിയാക്കാൻ നമ്മളിവിടെ സോഡ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. സോഡ വാട്ടറിന് പകരം നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്താലും ഓക്കെ ആണ്. വെള്ളമാണെങ്കിലും സോഡ വാട്ടർ ആണെങ്കിലും കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ ബാറ്റർ ഫിഷിൽ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഈ സമയത്ത് നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഓയിൽ നല്ല ചൂടിൽ തന്നെ ആയിരിക്കണം. ഇനി നമുക്ക് ഫിഷിനെ ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. പ്ലെയിൻ ഫ്ലോറാണ് ഇതിൽ, ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇനി നമ്മൾ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ മൈദയിൽ തന്നെ ഒന്നുകൂടി കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇനി ഇതുപോലെ ചെറിയ ബാച്ചസ് ആക്കിയിട്ട് നമ്മൾ ചൂടായിരിക്കുന്ന ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ചെറിയ ചെറിയ ബാച്ചസ് ആക്കി പൊരിക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗം ഗോൾഡൻ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരുപാട് തീ കുറച്ച് വെച്ചാൽ ഈ ഫിഷ് ഓയിൽ ഒരുപാട് അബ്സോർബ് ചെയ്യും. അപ്പോൾ തീ മീഡിയം ഹീറ്റ് തന്നെ വെച്ച് നല്ല ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇനി സെയിം ഓയിലിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു 4-5 മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു സോസ് കൂടി തയ്യാറാക്കി എടുക്കാം. നോർമലി ഇതിൻ്റെ കൂടെ ടാറ്റോ സോസാണ് ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് പിക്കിൾസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നൊരു സോസാണ്. ഇവിടെ ഞാൻ മയണൈസും ചില്ലി സോസും മസ്റ്റാർഡ് പേസ്റ്റും ലെമൺ ജ്യൂസ്, സോൾട്ട് ഇതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ സോസാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് മയണൈസ് വെച്ചാലും ഓക്കെ ആണ്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യമാണ്: ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ ഓയിൽ ടെമ്പറേച്ചറും. അത് രണ്ടും ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടീസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.